നമസ്കാരം. തന്ത്രിയുടെ മൊഴിയിൽ മന്ത്രി ജയിലിൽ, കൊള്ളക്കാരെല്ലാം ജയിലിൽ ഒരുമിച്ചെത്തുന്ന ഒരു പുതിയ സ്ഥിതിവിശേഷം. നമുക്കറിയാം, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവരര് ജയിലുകൾക്കുള്ളിലെത്തിക്കഴിഞ്ഞു. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത കണ്ഠരര് രാജീവരര് തിരുവനന്തപുരത്തെ സ്പെഷ്യൽ സബ് ജയിലിൽ എത്തിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിനോട് മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം ചോദിച്ചപ്പോൾ കണ്ഠരര് രാജീവരര് പറഞ്ഞത് താൻ നിരപരാധിയാണ് എന്നും കൂടുതലൊന്നും പറയാനില്ല എന്നുമാണ്. മാത്രമല്ല, കുടുക്കിയതാണോ എന്ന ചോദ്യത്തിന് ഉറപ്പ് കുടുക്കിയത് തന്നെ എന്നാണ് തന്ത്രി മറുപടി നൽകിയത്. അപ്പോൾ നമുക്കൊരു ചോദ്യം ചോദിക്കില്ലേ, അപ്പോൾ കുടുക്കിയത് ആര് എന്നുള്ളത്? അപ്പോൾ ആരായിരിക്കും കുടുക്കിയത്? ഇനി കുടുക്കിയവർ ആരെങ്കിലും തന്നെയും ഇനിയും കുടുങ്ങിപ്പോകുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. കാരണം ഇതേ നമ്മുടെ തന്ത്രി വളരെ കൃത്യമായിട്ടുള്ള മൊഴി പറഞ്ഞാൽ മന്ത്രി അടക്കം ജയിലിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി. സ്വർണ്ണക്കൊള്ളയിൽ നീണ്ട മണിക്കൂറുകളോളം ചോദ്യം ചെയ്യലിന് ശേഷമാണ് കണ്ഠരര് രാജീവരെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. കേസിലെ 13ാം പ്രതിയാണിപ്പോൾ തന്ത്രി. സത്യത്തിൽ ഒരു തന്ത്രിയിൽ ഒതുക്കേണ്ട വിഷയമാണോ ഇത്? ഒരു തന്ത്രിയിൽ ഒതുക്കേണ്ട വിഷയമല്ല. ഉന്നതരിലേക്കും അന്വേഷണം എത്തണമെന്ന് കഴിഞ്ഞ ദിവസം കുമ്മനം രാജശേഖരൻ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ നേരാണ്. ഇനി കുടുങ്ങാനുള്ളത് ആ പഴയ മന്ത്രിയാണ്. അവരില്ലാതെ എന്ത് അന്വേഷണം അല്ലേ? അപ്പോൾ ഇനി തന്ത്രിയുടെ മൊഴി കൂടി ലഭിക്കുന്നതോടെ മന്ത്രി അഴിയെണ്ണി തുടങ്ങും. അതാണ് ഇനി പൊതുസമൂഹം കാത്തിരിക്കുന്നതും ആ അറസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഏകദേശം 11ഓളം അറസ്റ്റുകൾ നടന്നു കഴിഞ്ഞു. ഇനി അവർ കാത്തിരിക്കുന്നത് ജനം പക്ഷേ ഇതിലൊന്നും തൃപ്തരല്ല. അവർക്കറിയേണ്ടത് ഇതിനകത്ത് മുൻമന്ത്രിയുടെ റോൾ എന്താണ് എന്നുള്ളതാണ്. സഖാക്കന്മാർ എന്തൊക്കെയാണ് ഇവിടെ നിന്ന് അടിച്ചു മാറ്റിയത് എന്നുള്ളതാണ്. ഇതൊക്കെയാണ് പൊതുസമൂഹം കാത്തിരിക്കുന്നത് അറിയുന്നതിന് വേണ്ടി. നമുക്കറിയാം, ഈ മകരവിളക്ക് ഉത്സവം നടക്കാൻ പോകുമ്പോൾ തന്ത്രി അറസ്റ്റിലായി എന്നത് ഭക്തർക്ക് വലിയ ആശങ്കയും ഒപ്പം തന്നെ വേദനയും ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കുറ്റവാളികൾ ആരായാലും, അത് മന്ത്രിയായാലും തന്ത്രിയായാലും, അന്വേഷണം ശരിയായ ദിശയിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട്. നിയമത്തിന്റെ വഴിയിൽ തന്നെ പോകേണ്ടതുണ്ട്. പക്ഷേ ഈ അന്വേഷണത്തിൽ ഒട്ടേറെ സംശയങ്ങൾ അത് ഭക്തജനങ്ങൾക്കുണ്ട് എന്നും അത് പരിഹരിക്കപ്പെടേണ്ടതാണ് എന്ന് പറയപ്പെടുന്നു. ഞാൻ അതാണ് പറഞ്ഞത്. അന്വേഷണം അത് മന്ത്രി എടുത്താലും തന്ത്രി എടുത്താലും ജയിലിൽ പോകേണ്ടവർ ജയിലിൽ പോകട്ടെ. തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശബരിമല സ്വർണ്ണപ്പാളികൾ വിറ്റത് ആർക്കൊക്കെ അതിന്റെ വിഹിതം കിട്ടി എന്നിവയിലേക്ക് അന്വേഷണം നീളുന്നില്ല എന്നുള്ളതാണ്. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തു. പക്ഷേ പിന്നീട് എന്തുണ്ടായി? ദേശീയ അന്തർദേശീയ മാനമുള്ള കേസായതിനാൽ കേന്ദ്ര ഏജൻസികളെ അന്വേഷണം ഏൽപ്പിച്ച് വലിയ രീതിയിലുള്ള അന്വേഷണമാണ് നടക്കുന്നത്, അല്ലെങ്കിൽ നടത്തേണ്ടത്. എന്നാൽ ED, CBI തുടങ്ങിയ ഏജൻസികളുടെ അന്വേഷണത്തെ ചിലർ ഭയക്കുന്നു അല്ലെങ്കിൽ എതിർക്കുന്നു. ആ എതിർക്കുന്നത് തന്നെ ഒരു ദുരൂഹതയാണ്. രാജ്യാന്തര ബന്ധമുള്ള സംഭവത്തിൽ ദേശീയ ഏജൻസികൾ വേണ്ട എന്ന നിലപാട് അന്വേഷണത്തിൽ ചില നീക്കുപോക്കുകൾ ഉണ്ട് എന്ന സംശയം ജനിപ്പിക്കുന്നതാണ് എന്ന് സമൂഹത്തിന് തോന്നി തുടങ്ങിയിരിക്കുന്നു. സത്യത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ള ഗൂഢാലോചനയിൽ തന്ത്രി കണ്ഠരര് രാജീവർക്ക് കൃത്യമായിട്ടുള്ള പങ്കുണ്ട് എന്നുള്ള റിമാൻഡ് റിപ്പോർട്ട് വന്നിരുന്നു. കട്ടളപ്പാളി കേസിൽ എല്ലാം അറിഞ്ഞിട്ടും തന്ത്രി കണ്ണടച്ചു എന്നതാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ദേവന്റെ അനുജ്ഞ വാങ്ങാതെയും താന്ത്രിക നടപടികൾ പാലിക്കാതെയുമാണ് പാളികൾ കൈമാറുന്നത് എന്ന് തന്ത്രി കണ്ഠരര് രാജീവരര് ദേവസ്വം ബോർഡിനെ അറിയിച്ചില്ലെന്ന് തന്നെയാണ് SIT റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. ക്ഷേത്രത്തിന്റെ ആചാരപരമായ കാര്യങ്ങളിൽ അന്തിമ തീരുമാനം എടുക്കേണ്ട തന്ത്രി സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പൊറ്റിക്ക് കൈമാറുന്നത് തടഞ്ഞില്ല എന്നുള്ളതാണ്. ശ്രീകോവിലിന്റെ കട്ടളയിൽ ഘടിപ്പിച്ചിരിക്കുന്ന ദശാവതാരങ്ങളും രാശിചിഹ്നങ്ങളും ആലേഖനം ചെയ്ത സ്വർണം പതിച്ച 2 വീതം ചെമ്പുപാളികൾ, കട്ടളയുടെ മുകൾ പടിയിലെ സ്വർണം പതിച്ച ചെമ്പുപാളി, കട്ടളയ്ക്ക് മുകളിലെ സ്വർണം പതിച്ച ശിവരൂപവും വ്യാളി രൂപവും അടങ്ങുന്ന 2 പ്രഭാമണ്ഡല പാളികൾ എന്നിവയാണ് അറ്റകുറ്റപ്പണി നടത്തി സ്വർണം പൂശുന്നതിന് 2019 മെയ് മാസം 18 പോറ്റിക്ക് കൈമാറിയത്. ദേവസ്വം മാനുവൽ പ്രകാരം വിലപിടിപ്പുള്ള വസ്തുക്കൾ ക്ഷേത്രത്തിന് പുറത്തു കൊണ്ടുപോകാൻ പാടില്ല എന്ന് തന്ത്രിക്കറിയാം. 1998 വിജയ് മല്യയുടെ UB ഗ്രൂപ്പ് സന്നിധാനത്ത് തന്നെയാണ് ശ്രീകോവിലിൽ സ്വർണം പൂശുന്ന പണികൾ പൂർത്തിയാക്കിയത്. അത് ജനം കണ്ടതാണ്. ഈ തന്ത്രിക്ക് ഇതെല്ലാം അറിയാമായിരുന്നു എന്നുള്ളത് SIT വ്യക്തമാവുകയും ചെയ്തിരിക്കുന്നു. മാത്രമല്ല, ഇത് പൊതുസമൂഹത്തിന് അറിയാവുന്നതാണ്. അവിടെ വെച്ചാണ് സന്നിധാനത്ത് ഈ ശ്രീകോവിലൊക്കെ സ്വർണം പൂശുന്ന കാഴ്ച ഉണ്ടായിരുന്നത്. പിന്നെ എന്തുകൊണ്ട് അവിടെ വെച്ച് ഈ സ്വർണ്ണപ്പാളികൾ പൂശിയില്ല എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ശ്രീകോവിലിൽ സ്വർണം പൂശുമ്പോൾ തന്ത്രിസ്ഥാനം വഹിച്ച കണ്ഠരര് രാജീവർക്ക് പാളികളിലും സ്വർണം പതിച്ചതാണ് എന്ന് വ്യക്തമായി അറിയാമായിരുന്നു. ഇതിന് വിരുദ്ധമായാണ് കട്ടളപ്പാളികളിലും പ്രഭാമണ്ഡല പാളികളും കടത്തിക്കൊണ്ടുപോകുന്നതിനുള്ള ഗൂഢാലോചനയിൽ രാജീവരര് പങ്കാളിയായത് എന്നുള്ളതാണ് റിപ്പോർട്ടിൽ പറയുന്നത്.
ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയുമായിട്ട് അടുത്ത ബന്ധമുണ്ട് എന്ന് തെളിഞ്ഞതായിട്ടാണ് റിമാൻഡ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. കണ്ഠരര് രാജീവരുടെ തന്ത്രിസ്ഥാനം വഹിച്ചിരുന്ന ബംഗളൂരു ശ്രീരാമപുര അയ്യപ്പ ക്ഷേത്രത്തിൽ പോറ്റി മേൽശാന്തിയുടെ ചുമതല വഹിച്ചിരുന്നു. ശബരിമല ക്ഷേത്രത്തിൽ 2004 മുതൽ 2008 വരെ കീഴ്ശാന്തിയുടെ പരികർമ്മിയായിട്ടും ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റി ജോലി ചെയ്തിരുന്നു. അപ്പോൾ മുഖ്യ പുരോഹിതനായിട്ടുള്ള തന്ത്രി എന്ന നിലയിൽ ശബരിമല ക്ഷേത്രത്തിന്റെ ചൈതന്യവും പരിപാവനതയും ആത്മീയ മൂല്യവും കാത്തുസൂക്ഷിക്കുവാൻ രാജീവര് ബാധ്യസ്ഥനാണ്. 2019 മെയ് മാസം 18 പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുമ്പോൾ തന്ത്രി സന്നിധാനത്തുണ്ടായിരുന്നു. കട്ടിളപ്പാളികളും പ്രഭാമണ്ഡല പാളികളും അഴിച്ചു മാറ്റിയപ്പോൾ ആ സ്ഥാനത്ത് കൽത്തൂണുകൾ മാത്രം കാണാമെന്നിരിക്കെ അടുത്ത ദിവസം ശ്രീകോവിലിൽ പ്രവേശിച്ച് പതിവ് പൂജകൾ നടത്തിയ തന്ത്രിക്ക് ഇവ ഇളക്കിയെടുത്ത വിവരം അറിയാമായിരുന്നു എന്നുള്ളത് സുവിക്തം. തന്ത്രി അറിവോടെ അല്ലെങ്കിൽ വിവരം ദേവസ്വം ബോർഡിനെ രേഖാമൂലം അറിയിക്കുകയോ ആചാര ലംഘനം നടത്തി മുതലുകൾ കൊണ്ടുപോയതിനെതിരെ നടപടി സ്വീകരിക്കുകയോ ചെയ്തില്ല എന്നുള്ളതാണ്. അടുത്ത മിഥുനമാസ പൂജയ്ക്ക് നട തുറന്നപ്പോഴും കട്ടിളപ്പാളികളും പ്രഭാമണ്ഡല പാളികളും തിരിച്ചെത്തിയിട്ടില്ലായിരുന്നു. തിരിച്ചു കൊണ്ടുവന്നപ്പോഴും തന്ത്രിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ കേസിൽ 13ാം പ്രതിയായ തന്ത്രിയെ കൊല്ലം വിജിലൻസ് കോടതി ഇപ്പോൾ ഈ വരുന്ന 23ാം തീയതി വരെ റിമാൻഡ് ചെയ്തിരിക്കുന്നു. അതിനുശേഷമാണ് അദ്ദേഹത്തെ എന്ത് ചെയ്തത്? ജയിലിലേക്ക് അയച്ചിരിക്കുന്നത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വിശ്വാസവഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ, അഴിമതി നിരോധന നിയമത്തിന് കീഴിലെ പൊതുസ്വത്ത് അപഹരിക്കൽ, ദുരുപയോഗം ചെയ്യൽ എന്നീ കുറ്റങ്ങളാണ് തന്ത്രിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ശബരിമലയിൽ പോറ്റിയെ കയറ്റിയതും ശക്തനാക്കിയതും തന്ത്രി രാജീവരായിരുന്നുവെന്നും തന്ത്രിയുടെ ആളാണ് എന്ന നിലയിലാണ് സന്നിധാനത്തും ദേവസ്വം ഉദ്യോഗസ്ഥർക്കിടയിലും ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വാധീനം ഉറപ്പിച്ചതേ എന്നും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എം പത്മകുമാറും അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ ഉദ്യോഗസ്ഥരും അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിരുന്നു. തന്ത്രിയുടെ അനുമതിയോടെയാണ് സ്വർണം പതിച്ച പാളികൾ അറ്റകുറ്റപ്പണിക്കായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ടത് എന്നും ദൈവതുല്യനായി കണ്ടവർ ചതിക്കുമെന്ന് കരുതിയിരുന്നില്ല എന്നുമാണ് പത്മകുമാർ SITക്ക് മുന്നിൽ ആവർത്തിച്ച് പറഞ്ഞത്. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ നവംബറിൽ തന്ത്രിയെ ചോദ്യം ചെയ്തുവെങ്കിലും പത്മകുമാറിന്റെയും ഉദ്യോഗസ്ഥരുടെയും ആരോപണങ്ങൾ നിഷേധിക്കുകയായിരുന്നു. എല്ലാം അറിയാമായിരുന്നിട്ടും തന്ത്രി കണ്ണടച്ചു എന്നത് അക്ഷന്തവ്യമായ കുറ്റം തന്നെയാണ്. ഗൂഢാലോചനയിൽ രാജീവരുടെ പങ്കാളിയായി മാറിയതും തെറ്റ് തന്നെയാണ്. റിമാൻഡ് റിപ്പോർട്ടിൽ തന്ത്രിക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടാകുമ്പോഴും 11 പേർ ജയിലിൽ കഴിയുമ്പോഴും ഇതിനൊക്കെ കുട പിടിച്ചവർ പുറത്ത് വിലസുന്നുണ്ട് എങ്കിൽ അവർ കൂടി ജയിലിലെത്തേണ്ടതുണ്ട്. തന്ത്രിയെ ജയിലിലെത്തിക്കാമെങ്കിൽ ഉടൻ തന്നെ മന്ത്രിയും ജയിലിലാകും, തർക്കമില്ല. കടകംപള്ളി അടക്കമുള്ള മുൻ മന്ത്രിക്കും ജയിൽ ഒരുങ്ങുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.